കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് നേര്യമംഗലത്ത് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി നിർമ്മിച്ച മൾട്ടിപർപ്പസ് സെന്ററിന്റെ തകർച്ച സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശിച്ച വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചതായി പരാതി. 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി വിജിലൻസിനോട് നിർദ്ദേശിച്ചെങ്കിലും 6 മാസമായിട്ടും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിട്ടില്ല. 2025 മാർച്ച് 8-നാണ് നേര്യമംഗലത്ത് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണത്. കെട്ടിടം തകർന്നത് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാകും മുൻപ് വീണ്ടും നിർമ്മാണം നടത്തിവരികയാണ്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീഴാൻ ഇടയാക്കിയത് അഴിമതിയുടെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാങ്ക് സഹകാരി അനൂപ് ജേക്കബും കേരള കോൺഗ്രസ് നേതാവ് ബാബു പോളും വിജിലൻസിന് പരാതി നൽകിയത്. തങ്ങൾ കൊടുത്ത പരാതിയിൽ വിജിലൻസ് നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് 2025 ഓഗസ്റ്റിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. 3 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വിജിലൻസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ വിജിലൻസ് ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് നൽകിയിട്ടില്ല. ഇതിനിടയിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും ബാങ്ക് കുസാറ്റിനെ കൊണ്ട് നടത്തിയ അന്വേഷണത്തിലും അഴിമതി നടന്നതായി കണ്ടെത്തിയിരുന്നു. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ സ്ഥലം വാങ്ങിയതിലും കെട്ടിട നിർമ്മാണത്തിലും ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. 5 കോടി രൂപയിൽ കൂടിയ പ്രവൃത്തികൾക്ക് ഈ ടെൻഡർ നിർബന്ധമാക്കിയിരിക്കെ പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകുകയും ഏറ്റവും കുറഞ്ഞ നിരക്ക് കാണിച്ച സ്റ്റാർ ഇന്റീരിയർ മലപ്പുറം കമ്പനിക്ക് ടെൻഡർ ഉറപ്പിക്കുകയും ചെയ്തു. 13.58 കോടി രൂപ എസ്റ്റിമേറ്റ് ജോലിക്ക് 15.55 കോടി രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചത്. കരാർ കമ്പനിക്ക് സെക്യൂരിറ്റി ഇല്ലാതെ 5.11 കോടി രൂപ കൈമാറുകയും ചെയ്തു. അത് തന്നെയല്ല, അതിനകത്ത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ മൊബൈലൈസേഷൻ അഡ്വാൻസ് പണി തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് കൊടുക്കാം. ഒരു നിസ്സാര പൈസയൊക്കെ സാധാരണ രീതിയിൽ അഡ്വാൻസ് കൊടുക്കാറുണ്ട്. ഇത് ഏതാണ്ട് 80% പൈസ എന്ന് പറഞ്ഞാൽ 6 കോടി 7 കോടിയോളം രൂപ അവർക്ക് അഡ്വാൻസ് ആയി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഈ 15.5 കോടി രൂപയുടെ ടെൻഡർ വർക്ക് എടുത്തിരിക്കുന്നവർ ഒരു പൈസ പോലും മുടക്കാതെയാണ് അവിടെ വർക്ക് തുടങ്ങിയത്. കാരണം എല്ലാം ബാങ്കിൽ നിന്ന് തന്നെ പൈസ മേടിച്ചാണ് തുടങ്ങിയത്. ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടിയ കെട്ടിടത്തിന് പകരം പണിത് കൊടുക്കാമെന്നൊരു കണ്ടീഷനൊന്നുമില്ല. അതൊക്കെ പറഞ്ഞാണ് അവിടെ ജനങ്ങളെ പറ്റിച്ചാണ്. അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല. വീണ്ടും അതിൻ്റെ പൈസ ഇടാം. അപ്പം അങ്ങനെ വന്ന് ഇപ്പോൾ ആ പൈസയിൽ വന്നിരിക്കുന്ന ഈ കൂട്ടിക്കൊടുത്തിരിക്കുന്ന തുക യാതൊരു അംഗീകാരമില്ലാതെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ പൈസയും ഈ സെക്രട്ടറിയും ഭരണസമിതിയും തിരിച്ചടയ്ക്കണം. ക്യുസാറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരുവിധ ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ്. അധികമായി നൽകിയ തുക ഭരണസമിതിയും സെക്രട്ടറിയും തിരികെ അടയ്ക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. LDF ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ അധികവും നിർവഹിക്കുന്നത് ഈ കമ്പനിയാണ്. കമ്പനിയെ സംബന്ധിച്ച അന്വേഷണം വേണമെന്നും വിജിലൻസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെയും CPM ജില്ലാ ഏരിയ നേതൃത്വങ്ങളുടെ പങ്കുകൂടി വെളിച്ചത്ത് കൊണ്ടുവരാൻ സർക്കാരിനെയും സമീപിക്കുമെന്ന് ബാബു പോൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.